ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി മീൻകറി. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കഴിക്കും നമ്മളുടെ കറി. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് അതും കൂടി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പം ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടുക. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരിയുടെ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം വഴന്ന് പോകണ്ട, കാരണം ഇത് ഫ്രൈ ആയി പോയെന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രൈ ആവാതെ എന്നാൽ നന്നായിട്ട് മൂക്കുകയും വേണം. ആ ഒരു രീതിക്കാക്കിയിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ. അപ്പം ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയൊരു സ്പൂണിന് 1.5 സ്പൂണോളം നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിന് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പൊടിയെ. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റും. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ചമണം, അപ്പോൾ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനും നമ്മളുടെ മല്ലിപ്പൊടി അത് ഇടുന്നില്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ചെന്നാലുണ്ടല്ലോ, മല്ലിപ്പൊടി ഇട്ടെന്നാൽ കറി പെട്ടെന്ന് അഴുക്കാവാനുള്ള സാധ്യതയുണ്ട്, വളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ ഒരുപാട് വെള്ളം വേണ്ട, നമ്മുടെ മീൻ ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചൂരയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ. അപ്പം മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ, അപ്പം ഇതിനോട് ചേർന്ന് നമുക്ക് ഇതിനകത്ത് പുളി ഇടണം കേട്ടോ. ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ 2-3 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ശകലം ഒരു മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ കഷ്ണത്തേലേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോഴത്തേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ചൂരയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ മീൻ കഷ്ണം എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുഴുവൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ചട്ടി എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്പൂണിട്ടാണ് ഇളക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചട്ടി എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പൂണിട്ട് ഇളക്കണ്ട. അപ്പം എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാനതുകൊണ്ട് സ്പൂണിട്ട് ഇളക്കി. അപ്പോൾ കുറച്ചൊരു കറിവേപ്പില കഴുകി വെച്ചിരുന്ന മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് ഇവിടെ നിന്ന് തിളച്ച് പറ്റിയാൽ മതി കേട്ടോ. നമ്മുടെ കറി റെഡിയാകും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിന് മുമ്പ് റെഡിയാകും. 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം തിളച്ച് പറ്റി നല്ല സെറ്റാകും കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിതിൽ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാവേ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കറി നല്ല തിളച്ച് വറ്റി റെഡിയാണ്. നല്ല ചൂട് ചോറോ അല്ലെങ്കിൽ കപ്പയോ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീൻകറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലേ? എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ കൂട്ടുകാർ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബെൽ ബട്ടണും കൂടെ അമർത്തുവാണെങ്കിൽ ഇനി ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.